ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന ഐറ്റംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൂപ്പൻ താടി. പണ്ടൊക്കെ കുറേ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണിത്. തൊടിയിൽ കൂടെയൊക്കെ ഉണ്ടാവും പറന്നങ്ങനെ പോണത്. അപ്പോൾ 90s കിഡ്സിനൊക്കെ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതറിയില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ തൊടിയിലൊക്കെ പറന്ന് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാ തൊടികളിലും ഉണ്ടായിരുന്നത് ഒരു കായ പൊട്ടിയിട്ട് ഇങ്ങനെ പറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പൂപ്പൻ താടി. അപ്പോൾ ഇത് എവിടെ നിന്നാണ് പൊട്ടി വന്നതെന്നറിയില്ല, പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് ഭയങ്കര ഇതിൻ്റെ പിന്നാലെ ഇത് എവിടെയൊക്കെ പോകണോ പറന്നു പോകണോ അതിൻ്റെ പിന്നാലെ പറന്നു പോയി പിടിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ കാണിച്ചു കൊടുക്കുക കിട്ടണവർ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക. നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നവർ കേട്ടോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന ഐറ്റംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൂപ്പൻ താടി. പണ്ടൊക്കെ കുറേ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണിത്. തൊടിയിൽ കൂടെയൊക്കെ ഉണ്ടാവും പറന്നങ്ങനെ പോണത്. അപ്പോൾ 90s കിഡ്സിനൊക്കെ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതറിയില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ തൊടിയിലൊക്കെ പറന്ന് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാ തൊടികളിലും ഉണ്ടായിരുന്നത് ഒരു കായ പൊട്ടിയിട്ട് ഇങ്ങനെ പറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പൂപ്പൻ താടി. അപ്പോൾ ഇത് എവിടെ നിന്നാണ് പൊട്ടി വന്നതെന്നറിയില്ല, പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് ഭയങ്കര ഇതിൻ്റെ പിന്നാലെ ഇത് എവിടെയൊക്കെ പോകണോ പറന്നു പോകണോ അതിൻ്റെ പിന്നാലെ പറന്നു പോയി പിടിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ കാണിച്ചു കൊടുക്കുക കിട്ടണവർ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക. നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നവർ കേട്ടോ. ഓക്കെ.